നമസ്കാരം. കൽതായ ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ യുവജനങ്ങൾക്കായി നടത്തിവരുന്ന യൂത്ത് കോൺഫറൻസ് തൃശൂർ കളക്ടർ ബഹുമാനപ്പെട്ട VR കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. ചെന്നൈയിലെ വിരുകംപാക്കം മാർ തോമ മെട്രിക്കുലേഷൻ സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു. കുറുവിലങ്ങാട് നടന്ന നസ്രാണി മാപ്പിള സമുദായ സംഗമത്തിന്റെ ഉദ്ഘാടനം മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി GG ജോർജിന്റെ നിര്യാണത്തിൽ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അനുശോചനം രേഖപ്പെടുത്തി. സഭയിലെ സീനിയർ മോസ്റ്റ് വൈദികൻ റവറൻ PK വർഗീസ് കശിശയുടെ 90ാം ജന്മദിനം ആഘോഷിച്ചു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് ഇടവക യൂത്ത് അസോസിയേഷൻ ബിരിയാണി മേള നടത്തി തുക കരുതൽ സ്പർശത്തിന് കൈമാറി. ചേലക്കോട്ടുകര മാർ അപ്രേംപള്ളി ഇടവകയിൽ സൺഡേ സ്കൂളിൽ റെഗുലർ അറ്റൻഡൻസ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ യുവജനങ്ങൾക്കായി നടത്തിവരുന്ന യൂത്ത് കോൺഫറൻസ് ആരംഭിച്ചു. ജൂലൈ 11 കാൽഡിയൻ സെന്ററിൽ കളക്ടർ VR കൃഷ്ണതേജ യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തി ജീവിതത്തിൽ വിദ്യാഭ്യാസം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വളരെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ് ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി, +2 ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി, എഞ്ചിനീയറിംഗും ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി. എഞ്ചിനീയറിംഗിൽ അത് ഈ പറയുന്ന ഗാഡ്ജറ്റ്സും ഈ പറയുന്ന മീഡിയം ഈ പറയുന്ന ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം വന്നിരിക്കാനായിട്ടുള്ള ഒരു വിളി കൂടിയിട്ടാണ് ഇന്നത്തെ ഈ 3 ദിവസം. മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജാക്സ് ചാണ്ടി സ്വാഗതം പറയുകയും വുമൻ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സിസ്റ്റർ ഡോക്ടർ ജിൻസി ഓത്തോട്ടിൽ നന്ദി പറയുകയും ചെയ്തു. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, മാർ അപ്രേം സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ഫാദർ ടിൻഡോ ടിമത്തി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ ജേക്കബ് ബേബി ഒളക്കെങ്കൽ, മഹിളാ സമാജം സെക്രട്ടറി ശ്രീമതി ബേബി ആന്റണി, യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ജോഫിൻ ജോൺ ഒല്ലുകാരൻ, വുമൻ യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി ജനറൽ സെക്രട്ടറി ശ്രീമതി ഫെബി കെവിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെന്നൈയിലെ വിരുകംപാക്കം മാർ തോമ മെട്രിക്കുലേഷൻ സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ ഇന്ത്യ ദക്ഷിണ ഗൾഫ് മേഖലയുടെ അധ്യക്ഷനും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ അഭിവന്ദ്യ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. ചെന്നൈ കോർപ്പറേഷൻ കമ്മീഷണർ ബഹുമാനപ്പെട്ട J. രാധാകൃഷ്ണൻ IAS മുഖ്യാതിഥിയായിരുന്നു. യാക്കോബായ സഭ ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യ ഐസക് മാർ ഒസ്താത്തിയോസ് അനുഗ്രഹ സംഭാഷണം നടത്തി. മുഖ്യാതിഥിയായ കോർപ്പറേഷൻ കമ്മീഷണർ ബഹുമാനപ്പെട്ട J. രാധാകൃഷ്ണനെ അഭിവന്ദ്യ മാർ ഓഗിൻ കുര്യാക്കോസ് തിരുമേനി ആദരിച്ചു. ദീർഘകാലം സ്കൂൾ കറസ്പോണ്ടന്റായിരുന്ന ഫാദർ ജോസ് K. ജോൺ, പ്രധാന അധ്യാപികയായ സൂസൻ ജോസ് എന്നിവർക്ക് ഉപഹാരം സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റെജി ആഗ്നസ്, PTA പ്രസിഡന്റ് ലിഡിയ വിൻസെന്റ്, പൂർവ്വ വിദ്യാർത്ഥി നവീനൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ സ്ഥാപകരെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത PTA ഭാരവാഹികൾ, ജീവനക്കാർ തുടങ്ങിയവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കുറുവിലങ്ങാട് പകലോമറ്റത്തെ അർക്കിതയാക്കന്മാരുടെ പുണ്യകബറുകളിൽ അഭിവന്ദ്യ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷം പകലോമറ്റം കുടുംബയോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന നസ്രാണി സമ്മേളനം 7 വിളക്കിലെ തിരികൾ തെളിയിച്ച് അഭിവന്ദ്യ പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ആരംഭിച്ചു. സമ്മേളനത്തിൽ കൽതായ സുറിയാനി സഭയുടെ തലവൻ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത, മാർ തോമ സുറിയാനി സഭയുടെ റാന്നി ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത, CSI സഭ ബിഷപ്പ് ഉമ്മൻ ജോർജ് എന്നീ മെത്രാന്മാർ പങ്കെടുത്തു. കുറുവിലങ്ങാടും പകലോമറ്റവും നസ്രാണി സഭകളുടെ അതിപുരാതന കേന്ദ്രങ്ങളാണെന്നും സഭയെ ഒന്നിച്ചു നിർത്തുവാനും സുറിയാനി പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണെന്നും അഭിവന്ദ്യ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത തന്റെ സന്ദേശത്തിൽ പറയുകയുണ്ടായി. യോഗത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി GG ജോർജിന്റെ നിര്യാണത്തിൽ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അനുശോചനം രേഖപ്പെടുത്തി. വിശുദ്ധ പ്രഖ്യാപനം, പാത്രിയാർക്കൽ സന്ദർശനം, മെത്രാപ്പോലിത്തൻ പട്ടാഭിഷേകം തുടങ്ങി സഭയുടെ എല്ലാ പ്രധാന പൊതുപരിപാടികളിലും തൃശൂർ പൗരാവലിയിലൂടെയും
തൃശൂരിന്റെ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെ സംഘടനയായ ചേംബർ ഓഫ് കൊമേഴ്സുമായുള്ള ബന്ധത്തിന്റെയും ഒരു പ്രധാന കണ്ണിയായിരുന്നു അദ്ദേഹം. വ്യക്തിപരമായും സുഹൃത്തുക്കൾ മുഖേനയും സഭയുടെ വിവിധ പ്രവർത്തന രംഗങ്ങളിൽ അദ്ദേഹം വളരെയധികം സഹായിച്ചത് സഭ സ്മരിക്കുന്നു. സഭയിലെ സീനിയർ മോസ്റ്റ് വൈദികൻ റവറൻ പി കെ വർഗീസ് കശീശ ജൂലൈ 2 90-ാം ജന്മദിനം ആഘോഷിച്ചു. മാതൃഇടവകയായ പറവട്ടാനി മാർ അദായ് സ്ലീഹ പള്ളി വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിക്കുന്ന വർഗീസ് അച്ഛനെ പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മകനും വികാരിയുമായ റൂണോ വർഗീസ് കശീശ, സഹവികാരി തിംത്യോസ് ജോയ് കശീശ, കൈക്കാരന്മാർ പോൾ പർപ്പൂക്കര, ടോണി പാണഞ്ചേരി, മറ്റു പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ചേർന്നായിരുന്നു ആദരം. സഭയിലെ തന്നെ ആദ്യ യുവജന പ്രസ്ഥാനമായി പറവട്ടാനി ഇടവകയിൽ ആരംഭിച്ച അസീറിയൻ യൂത്ത് ഫെഡറേഷന്റെ ആദ്യ സെക്രട്ടറിയായിരിക്കെ 1954 സെമിനാരി വിദ്യാർത്ഥിയായി ചേർന്ന് ഷമ്മാസിനായും കശീശിയായും സഭയിൽ സുത്യർഹ സേവനം ചെയ്ത് സുറിയാനി മൽപ്പാനായി പറവട്ടാനി ഇടവകയുടെ അഭിമാനമായി തീർന്ന വർഗീസ് അച്ഛനെ ഭക്തസംഘടനാ ഭാരവാഹികളും പ്രാർത്ഥനാശംസകൾ അർപ്പിച്ചു. നെല്ലിക്കുന്ന് മാർ തിംത്യോസ് ഇടവക യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി മേള നടത്തി. 2024 ജൂലൈ 7 മേള നടത്തിയത്. ഇതിൽ നിന്ന് ലഭിച്ച ലാഭവിഹിതത്തിന്റെ ആദ്യ ഗഡുവായി 10,000 രൂപ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഇടവകയുടെ കരുതൽ സ്പർശത്തിലേക്ക് കൈമാറി. ഇടവക സെക്രട്ടറി ലിസ്വിൻ കെ വി ചെക്ക് വികാരി ജാക്സ് ചാണ്ടി കശീശയ്ക്കും കൈക്കാരന്മാരായ തിമത്തി മാളിയേക്കൽ, ഫ്രാൻസിസ് പി എന്നിവർക്കും കൈമാറി. അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനോയ് നിരപ്പത്ത്, അസോസിയേഷൻ അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബിരിയാണി മേളയിൽ പങ്കെടുത്ത് പരിപാടി വിജയമാക്കിയ എല്ലാ ഇടവക അംഗങ്ങൾക്കും സഭാ വിശ്വാസികൾക്കും നല്ലവരായ നാട്ടുകാർക്കും അസോസിയേഷന്റെ പേരിൽ സെക്രട്ടറി ലിസ്വിൻ നന്ദി രേഖപ്പെടുത്തി. ചേലക്കോട്ടുകര മാർ അപ്രേംപള്ളി ഇടവക സൺഡേ സ്കൂൾ ശാഖയിലെ കഴിഞ്ഞ വർഷം മുടങ്ങാതെ വന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആദരവ് നൽകി. 2024 ജൂലൈ 7 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ആദരവ് നൽകിയത്. 8 അധ്യാപകരും 30 വിദ്യാർത്ഥികളുമാണ് ഇടവകയുടെ ആദരവിന് അർഹരായത്. ആദരവിന് അർഹരായവരെ വികാരി ഫാദർ CD പോളി അഭിനന്ദിച്ചു. തൃശൂർ കുന്നത്തുംകരയിലുള്ള മാർ തിംത്യോസ് ചാരിറ്റബിൾ ആശുപത്രിയിലെ പുതിയ സംരംഭമായ സന്തോഷം ഹോസ്പിസ് പാലിയേറ്റീവ് സെന്റർ ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വോളണ്ടിയർമാർക്ക് 2024 ജൂലൈ 18 രാവിലെ 9 മണി മുതൽ 4 മണി വരെ സൗജന്യ പരിശീലന ക്ലാസ് നടത്തുന്നുണ്ട്. ഡോക്ടർ ആനന്ദം ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ മാർ തിംത്യോസ് ആശുപത്രിയിൽ വെച്ചാണ് ക്ലാസ് നടത്തുന്നത്. താൽപ്പര്യമുള്ളവർ 9061 395 647 എന്ന മൊബൈൽ നമ്പറിലോ 0487 271 520 അല്ലെങ്കിൽ 2371 314 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ യുവജനങ്ങൾക്കായി നടത്തിവരുന്ന യൂത്ത് കോൺഫറൻസ് തൃശൂർ കളക്ടർ ബഹുമാനപ്പെട്ട VR കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. ചെന്നൈയിലെ വിരുകംപാക്കം മാർ തോമ മെട്രിക്കുലേഷൻ സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു. കുറുവിലങ്ങാട് നടന്ന നസ്രാണി മാപ്പിള സമുദായ സംഗമത്തിന്റെ ഉദ്ഘാടനം മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി GG ജോർജിന്റെ നിര്യാണത്തിൽ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അനുശോചനം രേഖപ്പെടുത്തി. സഭയിലെ സീനിയർ മോസ്റ്റ് വൈദികൻ റവറൻ PK വർഗീസ് കശീശയുടെ 90-ാം ജന്മദിനം ആഘോഷിച്ചു. നെല്ലിക്കുന്ന് മാർ തിംത്യോസ് ഇടവക യൂത്ത് അസോസിയേഷൻ ബിരിയാണി മേള നടത്തി തുക കരുതൽ സ്പർശത്തിന് കൈമാറി. ചേലക്കോട്ടുകര മാർ അപ്രേംപള്ളി ഇടവകയിൽ സൺഡേ സ്കൂളിൽ റെഗുലർ അറ്റൻഡൻസ് വിതരണം ചെയ്തു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.